എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം, ഈ ആരാധനാ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വലിയ ദുരന്തമുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നുകൊണ്ട് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ദുരന്തമുഖത്തെ അഭിമുഖീകരിക്കുവാൻ ദൈവകരുണയെ, ദൈവകൃപയെ നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലുടനീളം അച്ഛനിലൂടെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം പാലിക്കുന്നതിനാവശ്യമായിട്ടുള്ള വചനങ്ങൾ, മരിയൻ ഉടമ്പടിയിൽ വന്നുപോയിട്ടുള്ള പാകപ്പിഴകൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള വചനങ്ങൾ ഞങ്ങൾക്ക് ഈ ആരാധനയിലൂടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ സമയങ്ങളിൽ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ നൊമ്പരങ്ങളെയും, ഞങ്ങളുടെ ഓരോ ജീവിത അവസ്ഥകളെയും ഈശോയെ പ്രത്യേകമായിട്ട് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടിയുടെ മുഴുവൻ വാഗ്ദാനങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങൾ പ്രാപിക്കുവാൻ ഈശോയെ കരുണയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച സമൂഹത്തിലേക്ക് ആത്മാവിന്റെ അഗ്നി അയച്ചതുപോലെ ഞങ്ങളുടെ ഈ സമൂഹത്തിലേക്ക് ആത്മാവിന്റെ അഗ്നി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്തൻ പെന്തക്കോസ്ത് അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ അതിർത്തികൾ വരെ നിനക്ക് സുവിശേഷ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. പ്രിയമുള്ളവരെ, എപ്പോഴും ദൈവം നമ്മളെയും നമ്മുടെ പ്രാർത്ഥനകളെയും ഒക്കെ വിലയിരുത്തുന്ന ഒരു രീതി, ഡെയിലി ലൈഫിൽ സമയം വെറുതെ പാഴാക്കിയിട്ട് യാതൊരു പുരോഗതിയും ഇല്ലെന്ന് ആലോചിച്ച് ടെൻഷനായിരിക്കുകയാണോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. രാവിലെ വൈകി എഴുന്നേൽക്കുന്നത്, ദിവസം മുഴുവൻ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആരോഗ്യത്തെക്കുറിച്ച് ഒട്ടും ആകുലപ്പെടാത്തത്, പുതിയതായി ഒന്നും ചെയ്യാൻ ആഗ്രഹമില്ലാത്തത്. ഇതിൽ 3 ശീലങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തോൽവിയിലേക്കാണ് പോകുന്നത്. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും ഡിലീറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. പക്ഷേ വിദ്യ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇത് കേരളയിലെ നമ്പർ 1 എഡ്യൂക്കേഷണൽ ആപ്പാണ്. ഇതിൽ സമയം കളയുക എന്നത് അസാധ്യമാണ്. കാരണം അത്രത്തോളം ഉപകാരപ്രദമായ വീഡിയോകൾ മാത്രം ഇതിനുള്ളൂ. ഇതിൽ പരസ്യങ്ങളോ ശ്രദ്ധ തിരിക്കാൻ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ ഗവൺമെൻറ് കാര്യങ്ങളും എങ്ങനെയാണ് ഓൺലൈനായി ചെയ്യുന്നതെന്നും എങ്ങനെ ബിസിനസ് ചെയ്യാമെന്നും, ചെറിയ തുണി ബിസിനസ്സുകൾ, വാട്ടർ ബോട്ടിൽ ലേബലിംഗ് ബിസിനസ്സുകൾ, ഇനി അതല്ല സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചാണെങ്കിൽ പോലും എല്ലാം വളരെ കൃത്യമായി പറഞ്ഞു തരുന്ന വീഡിയോകൾ ഈ ആപ്പിലുണ്ട്. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ഐഡിയകൾ ഈ ആപ്പിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വിദ്യ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്തോളൂ. हेयर लॉस ट्रीटमेंट्स आर अ मैटर ऑफ सर्वाइवल, ऐसा साउथ कोरिया के प्रेसिडेंट ली जे म्यूंग ने अनाउंस किया। ईयर 2025 में साउथ कोरिया में 2.4 लाख लोग हेयर लॉस ट्रीटमेंट के लिए हॉस्पिटल गए और उनमें से 40% लोग अपने 20s और 30s में थे। हेयर लॉस हर केस में एक ही तरह का नहीं होता, ये स्टेजेस में प्रोग्रेस करता है। नॉरवुड हैमिल्टन की हेयर स्टेजेस के हिसाब से स्टेजेस 1 to 5 में प्रिवेंशन और ट्रीटमेंट काफी इफेक्टिव होता है और यहीं पे ट्राया आपकी हेल्प करता है। ट्राया आपकी पूरी केस हिस्ट्री को समझकर हेयर लॉस के इंटरनल रीजन के बेसिस पर एक पर्सनलाइज्ड ट्रीटमेंट प्लान बनाता है जिसे डॉक्टर्स अप्रूव करते हैं और अगर केस कॉम्प्लेक्स हो या रिजल्ट्स रियलिस्टिकली पॉसिबल ना हो तो पैसे वापस भी किए जाते हैं। ये कंप्लीट डायग्नोसिस ट्रीटमेंट सर्किट है, इसीलिए 93% लोगों ने रियल विजिबल रिजल्ट्स देखे हैं। अब अर्ली स्टेज में ट्राई करो या ट्रांसप्लांट के बाद, द चॉइस इज योर्स। ट्राया ऐप पे अपना हेयर टेस्ट लो, अपना 1 month किट ऑर्डर करो और 5 महीने में रिजल्ट्स देखो। ഒരു നൽകപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ഒരു വർഷത്തിൽ നിന്ന് പുതിയ വർഷത്തിലേക്കും
പിന്നീട് ഭാവിയിലേക്കുമൊക്കെ നമ്മൾ സഞ്ചരിച്ച് പോകുമ്പോൾ അതിന് ആനുപാതികമായ രീതിയിൽ വിശ്വാസ വളർച്ച അല്ലെങ്കിൽ ദൈവാനുഭവത്തിൽ ഉയർച്ച നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മളെപ്പോഴും ഒരു ആത്മപരിശോധന നടത്തണം. കാരണം ദൈവം ഈ ആത്മപരിശോധന നമ്മൾ നടത്തിയില്ലെങ്കിലും നടത്തണുണ്ട്. അതാണ് ഒരു പ്രശ്നം. നമ്മൾ നമ്മുടെ ആധ്യാത്മിക വളർച്ചയെക്കുറിച്ച് അവലോകനമൊന്നും ഇല്ലെങ്കിലും ദൈവം നമ്മുടെ ആധ്യാത്മിക വളർച്ചയെക്കുറിച്ച് കൃത്യമായി അവലോകനം നടത്തുകയും നമ്മുടെ സിലബസിന് പുറത്ത് കളയുകയും ചെയ്യുന്നുണ്ട്. വളരെ വ്യക്തമാണത്. പല ആൾക്കാരുടെ ജീവിതത്തിൽ നാം പരിശോധിക്കുമ്പോൾ ദേ ആർ ഔട്ട് ഓഫ് സിലബസ്, ദൈവത്തിൻ്റെ സിലബസിൽ നിന്ന് പുറത്താണ്. ഇത് ആധ്യാത്മിക മേഖലയിൽ വലിയ ഒരു ട്രാജഡിയാണ്, ഒരു കലാമിറ്റി. നമ്മുടെ വെള്ളപ്പൊക്കം പോലെയൊക്കെ സംഭവിക്കത്തില്ലേ, കോവിഡ്, വെള്ളപ്പൊക്കം, അതുപോലെയൊക്കെ ഉള്ള ഒരു ആധ്യാത്മിക കലാമിറ്റി, ദുരന്തമാണ് ദൈവത്തിൻ്റെ സിലബസിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ളതാണ്. ദൈവമായിട്ടുള്ള എല്ലാ വിഷയവും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. നമ്മുടെ ശ്രമങ്ങൾ പിടിച്ചു നിൽക്കാനുള്ള, ദൈവത്തിലും വിശ്വാസത്തിലും പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾ സത്യസന്ധമാണെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കും. നമ്മുടെ വിശ്വാസ ശ്രമങ്ങൾ അത് പലപ്പോഴും വ്യാജമാകാനുള്ള കുറേ സാഹചര്യങ്ങളുണ്ട്. വിശ്വാസ ശ്രമങ്ങൾ ചില സമയത്ത് ചിലർക്ക് വ്യാജമായ ശ്രമങ്ങൾ നടത്തും. അത് ഫുൾ ആൻഡ് ഫുള്ളായിട്ട് വിഷയം ഓറിയൻറ്റഡായിട്ട് ജീവിക്കുമ്പോഴാണ് വിശ്വാസം വ്യാജനാകണത്. നമ്മളെപ്പോഴും ദൈവത്തുമായിട്ട് ബന്ധപ്പെടുന്ന ഓരോ കാര്യങ്ങൾക്കും, ദൈവവുമായിട്ട് ഇടപെടുന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടാകും. ഒന്നെങ്കിൽ പരീക്ഷ, അല്ലെങ്കിൽ കല്യാണം, അല്ലെങ്കിൽ വിൽപ്പന, ഇങ്ങനെ എന്തെങ്കിലും വിഷയം വെച്ചാണ് നീ എപ്പോഴും ദൈവമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ നീ ബ്രാൻഡഡ് വേജനാണ് ശരിക്കും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ. കാര്യം ദൈവമല്ല നിൻ്റെ വിഷയം, ദൈവത്തെ വെച്ചുള്ള കഴിഞ്ഞുകൂടലാണ് വിഷയം. ഇത് ഭയങ്കര ദുരന്തമാണ്, ഇത് വല്ലാത്ത ദുരന്തമാണ്. ഒന്നാമതൊരു ഇതിൻ്റെ വിഷയം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ദുരന്തം എന്ന് പറയുമ്പോൾ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം കമ്മ്യൂണിക്കബിൾ അല്ലാതെ വരും. കുറേ നാൾ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇപ്പോൾ ഈ ഉടമ്പടിയൊക്കെ വന്നപ്പോൾ ഉടമ്പടിയൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് പ്രയോഗിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരിപ്പോൾ ഉണ്ട്. ഉടമ്പടി പെർഫെക്റ്റായിട്ട് ആ ഉടമ്പടി പ്രകാരം ജീവിച്ച് ദൈവത്തിൽ വളരുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. ഇവരോടൊക്കെ ദൈവം സംവേദിക്കുന്നുണ്ട്, അതാണ് വിഷയം. ഇപ്പം ഇന്നൊരു സാക്ഷ്യമുണ്ടായി. മഞ്ജു മാട്ടർ എന്ന് പറഞ്ഞ അങ്കമാലിക്കാരത്തിയാണ്. അവർ പറയണത് അവരുടെ വീടിങ്ങനെ ജപ്തിയായി കിടക്കുന്നു എങ്കിലും കർത്താവ് അവരോട് പറയും, നീ കൊലുസൊക്കെ വിറ്റ്, നിൻ്റെ പാദസരമൊക്കെ വിറ്റ്. അപ്പോൾ അവൾ കർത്താവിനോട് ചോദിക്കും, അവൾക്ക് ചിരി വരും, കർത്താവ് ഇങ്ങനെ പാദസരത്തിലൊക്കെ ഇടപെടുക എന്ന് പറയും. അതായത് ദൈവം വളരെ സിമ്പിളാണ്. നമ്മളുടെ ജീവിത സാഹചര്യം സിമ്പിളാണെങ്കിൽ ആ സിമ്പിളായ ജീവിത സാഹചര്യവുമായിട്ട് ദൈവം നമുക്കൊരു മെസ്സേജ് തരും. ഇപ്പം യെരമ്യായ്ക്കും പ്രവാചകന്മാർക്കൊക്കെ മെസ്സേജ് കൊടുത്തില്ലേ? അപ്പോൾ അവരുടെ ലൈഫ് സിറ്റുവേഷൻ വെച്ചാണ് മെസ്സേജ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാകണം. അല്ലാതെ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യത്തിന് ഇങ്ങനെ ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും കരയുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിട്ട് തന്നെ അങ്ങനെ മരിക്കരുത് ഒരിക്കലും. അങ്ങനെ മരിച്ചാൽ അത് ഒരു ഗതികെട്ട മരണമായിരിക്കും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് പാമ്പ് കടിച്ച് മരിച്ചെന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ അവർ ചിലർ പറയും, അയ്യോ അത് ദുർമരണമായിപ്പോയില്ലാന്ന്. അതപ്പോൾ ആൾക്കാരുടെ അന്ധവിശ്വാസമാണ്. എന്നാലും ഒരു സമാധാനപൂർണമായ മരണമല്ലല്ലോ അത്. ഇതുപോലെ തന്നെയാണ് എപ്പോഴും നീ അളിഞ്ഞ മോന്തയുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ മാത്രം ചോദിച്ചും പ്രാർത്ഥിച്ചും നേടിയൊക്കെ അവസാനം മരിക്കുകയാണെങ്കിൽ പാമ്പ് കടിച്ച് മരിച്ച പോലെ ഇരിക്കും.
എനിക്ക് മനസ്സിലായില്ലേ സംഭവം? കാര്യം മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചു പോകും. ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഉടമ്പടി എത്രയോ വർഷങ്ങൾ എടുത്ത് ദൈവം ഇന്നത്തെ രീതിയിൽ, ഇപ്പം ഞാൻ ചില സമയത്തൊക്കെ ഇരുന്ന് 500 കൊല്ലം ആധ്യാത്മിക ചരിത്രം, ലോക ചരിത്രം പരിശോധിക്കും. 500 കൊല്ലത്തെ ആധ്യാത്മിക ചരിത്രം, 500 കൊല്ലം മുമ്പ് നമ്മൾ എവിടെയായിരുന്നു, എന്താണ് ഇന്നത്തെ കത്തോലിക്കരും ക്രിസ്ത്യാനികളും പ്രാർത്ഥിച്ചത്, ഇന്നത്തെ പ്രാർത്ഥന എന്താണ്, അന്നത്തെ പ്രാർത്ഥന ഇന്നത്തെ പ്രാർത്ഥന തമ്മിൽ വ്യത്യാസം എന്താണ്, എന്തെങ്കിലും കാതലായ വ്യത്യാസം പ്രാർത്ഥനാ രൂപത്തിൽ വന്നിട്ടുണ്ടോ, അങ്ങനെ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുന്ന ആളാണ്. അപ്പം എനിക്ക് മനസ്സിലായ സംഭവം, ഇപ്പോൾ പണ്ട് എപ്പോഴും ഈ ഓരോരോ കാലഘട്ടങ്ങളിൽ ദൈവ മനുഷ്യ ബന്ധത്തിന് പുതിയ സോഫ്റ്റ്വെയർ വരണ പോലെ പുതിയ ഫോർമുലകൾ, സൂത്രവാക്യങ്ങൾ വരും. പക്ഷേ ഈ 500 കൊല്ലമായിട്ട് വന്നിട്ടുള്ള എല്ലാ പ്രാർത്ഥന അപ്ഡേഷൻസ് എല്ലാം മുമ്പ് ചെറിയ സ്ലൈറ്റ് ചേഞ്ചേ വന്നിട്ടുള്ളൂ. ഉടമ്പടി ഒരു ലീപ്പാണ് വന്നിരിക്കുന്നത്. ഉടമ്പടി ഒരു നടന്ന് വന്ന ആൾ പറന്ന് പോയ പോലെ ഇരിക്കുന്ന ഒരു വിസ്മയമാണ് ഉടമ്പടി സംഭവിച്ചത്. ആധ്യാത്മികതയിൽ നടന്ന് വന്നയാൾ പെട്ടെന്ന് പറന്ന് പോകുന്ന ഒരു വ്യത്യാസമാണ് പഴയകാല പ്രാർത്ഥനാ രൂപങ്ങളും ഉടമ്പടിയും തമ്മിലുള്ളത്. അതിൻ്റെ പ്രകടരൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര പെട്ടെന്നാണ് ആൾക്കാരിലേക്ക് ഒരു വിശ്വാസമില്ലായിരുന്ന ആൾക്കാർ പെട്ടെന്ന് വിശ്വാസം കത്തിക്കയറുകയും വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നതും ഒക്കെ നമ്മൾ സാക്ഷ്യങ്ങളിൽ കാണുന്നുണ്ട്. പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുവിശേഷം ജീവിക്കുന്നുണ്ട് ആൾക്കാർ. സുവിശേഷം, ഞാൻ അറിഞ്ഞ വിശ്വാസം. ഇപ്പം കരിസ്മാറ്റിക് കാലം നമുക്ക് തുടങ്ങിയത് 1975 തുടങ്ങിയത്. 1975 ഒരു 2015 അതിൻ്റെ പീക്ക് പോയിൻ്റ് കഴിഞ്ഞ് 109 ധ്യാനകേന്ദ്രങ്ങളിലൂടെ ലോകവ്യാപകമായ രീതിയിൽ സുവിശേഷ മുന്നേറ്റക്കാലം ഉണ്ടായി. ആ ഒരു കാലത്തിൻ്റെത് വരുന്ന ഒരു വിഷയം ഒന്ന്, അവിടെയും വിശ്വാസ കൈമാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് ഒരു 50 പേര് ധ്യാനം കൂടിയാൽ 5 പേരായിരിക്കും ചിലപ്പോൾ ആ വളർച്ച ധ്യാനം, പ്രാരംഭ ധ്യാനം കൂടും 50 പേര്. അതിൽ നിന്ന് 5 പേരായിരിക്കും ചിലപ്പോൾ വളർച്ചാ ധ്യാനം കൂടുന്നത്. അതിൽ നിന്ന് 3 പേരായിരിക്കും ചിലപ്പോൾ ആന്തരിക സൗഖ്യ ധ്യാനം കൂടുന്നത്. അതിൽ നിന്ന് 2 പേര് പ്രാർത്ഥനാനുഭവ ധ്യാനം കൂടും. അതിൽ നിന്ന് ഒരാൾ വരദാനങ്ങളുടെ ധ്യാനം കൂടും. അയാളാണ് വിശ്വാസ കൈമാറ്റം ചെയ്യണത്. അപ്പം 50-ൽ 1 ഉള്ളവിടെ. ഉടമ്പടിക്ക് അങ്ങനെയല്ല. ഉടമ്പടിയിൽ വത്തിക്കാൻ സുനോദോസിൻ്റെ എവരി ബാപ്റ്റൈസ്ഡ് ഈസ് ബേസിക്കലി എ മിഷണറി. അത് വത്തിക്കാൻ സുനോദോസ് പിതാക്കന്മാർ കൂടിയെടുത്തപ്പോൾ സഭയുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലിൽ വത്തിക്കാൻ സുനോദോസ് ഡിഗ്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക. അതിൽ സഭയുടെ പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾ ജ്ഞാനസ്ഥാനപ്പെട്ടാൽ അയാൾ ആ ജ്ഞാനസ്ഥാനത്തെ തന്നെ അയാൾ മിഷണറി ആണെന്ന്. ഇതാണിപ്പോൾ ഉടമ്പടി വന്നിരിക്കുന്നത്. ഉടമ്പടിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഉടമ്പടിയിലായിക്കഴിഞ്ഞാൽ അയാൾ അന്ന് മുതൽ അയാൾ മിഷണറിയാണ്. എന്താ കാര്യം? അയാൾക്ക് ഒന്നെങ്കിൽ അയാൾ അനുഭവങ്ങൾ പറയാതെ നടക്കണം, അല്ലെങ്കിൽ അയാൾ അനുഭവങ്ങളില്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ അയാൾക്ക് പ്രിൻ്റ് ചെയ്ത് കൈ കൊടുത്തിട്ടുണ്ട്, കൃപാസനം പത്രം. അത് 100 സാക്ഷിയുണ്ട്. അത് ഇയാളത് കുത്തിയിരുന്ന് വായിക്കണം. വായിച്ചിട്ട് ഇത് പഠിച്ചിട്ട് മറ്റുള്ളവരോട് പോയി പറയണം. ഉടമ്പടി എടുക്കുന്ന ഓരോ മനുഷ്യനും ഒരെണ്ണ മിഷണറി, അന്ന് തന്നെ മിഷണറിയായി മാറുകയാണ്. അതിലൂടെ ഭയങ്കരമായ അവരുടെ പേടി മാറി, ആശങ്ക മാറി, തന്നെയല്ല ആത്മീയ ജീവിതത്തിലെ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് അവർ മാറി. അതാണ് എൻ്റെ വിഷയം. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു 100 കൊല്ലമൊക്കെ ജീവിച്ചാലും, ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞില്ലേ ഞങ്ങളുടെ അമ്മാമ്മ 107 വയസ്സ് ജീവിച്ചെന്നൊക്കെ പറയത്തില്ലേ. ഈ 107 വയസ്സല്ല, ഇനി 1000 വർഷം അമ്മാമ്മ ജീവിച്ചാലും
ഒരാളെപ്പോലും കർത്താവിലേക്ക് വിശ്വാസം കൈമാറി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും അത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് തുല്യമാണ്. അവർക്കും വിശ്വാസം കൈമാറുന്നില്ല. ഇവർക്ക് എത്ര കൊല്ലം ജീവിച്ചെന്നല്ല പ്രശ്നം, എത്ര പേരിലേക്ക് വിശ്വാസം കൈമാറി എന്നുള്ളതാണ്. ഇങ്ങനെ ഇത്രയും, അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ നടന്ന് വന്നയാൾ പറന്ന് പോയെന്ന് പറഞ്ഞതിൻ്റെ കാര്യം പെട്ടെന്നാണ്. ഇനി ഇയാളിങ്ങനെ വിശ്വാസം കൈമാറിക്കഴിഞ്ഞാൽ ഇയാൾക്ക് ഉടനെ വരാൻ പോകുന്നത്, ദൈവം ആദ്യം ഒരു മനുഷ്യൻ ദൈവത്തിനെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഉടനെ കിട്ടും. അതെന്താണ്? അനുഗ്രഹങ്ങളാണ്. അതാണ് ഈ ഉടമ്പടി ആൾക്കാർ എപ്പോഴും സാക്ഷ്യം പറയുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, സത്യസന്ധമായി ദൈവത്തെ അന്വേഷിച്ച് വിശ്വാസം കൈമാറുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ആദ്യമേ കിട്ടും. ഇന്നിപ്പോൾ ഒരാൾ സാക്ഷ്യം പറഞ്ഞ് ഡേവിഡ് കൽപ്പറമ്പ്. അപ്പോഴേ അയാളെ എന്നെ കാണാൻ വന്നായിരുന്നു, ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ട് എന്നെ കാണാൻ വന്നു. ഇപ്പം ഇയാളുടെ സാക്ഷ്യം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ എന്നെ കാണാൻ വന്നപ്പോൾ ഇയാളുടെ കൊച്ചിനെ കാണിച്ച്. അപ്പോൾ ഞാൻ ഇയാളുടെ ചീട്ടയെ നോക്കി, കുഞ്ഞിന് ഓട്ടിസമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ കൊച്ചിന് ഓട്ടിസമാണ് വെച്ചാ. അപ്പോൾ ഓട്ടിസം മാറിയത് നിങ്ങൾ കുറച്ച് മുമ്പ് അവിടെ നിന്ന് പ്രസംഗിച്ചതാ, സാക്ഷ്യം പറഞ്ഞത്. പിന്നെ ഈ ഓട്ടിസം എനിക്ക് തന്നെ കൺഫ്യൂഷനായി. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ഓട്ടിസം മാറി എന്ന് പറഞ്ഞ ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓട്ടിസമാണെന്നും പറഞ്ഞ് കൊച്ചിനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞത് ഓട്ടിസം. Pick your preferred investment with Angel One. Open free Demat account today. Investments in securities market are subject to market risks. Read all the related documents carefully before investing. New Domino's Cheese Lava Pull-Apart Pizza. Golden Molten Triple Cheese Kapoor. Pull karo, dip karo. Karo. Order now. മാറിയ കൊച്ചിനെ പിന്നെയും കൊണ്ടുവന്ന് ഓട്ടിസമാണെന്ന് കാണിക്കണേ. അപ്പം നിങ്ങൾക്ക് ആൾക്കാരെ പറ്റിച്ചാണാ? അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെയല്ല ചാ, ഇവരിങ്ങനെ അല്ലായിരുന്നു. ഇവൻ ജനിച്ച കാലം മുതൽ ആൾക്കാരെ തുപ്പും. ഒട്ടിസം കയറി പ്രാന്തി പിടിച്ചിട്ടേ കാണുന്നവരൊക്കെ തുപ്പും. ആൾക്കാർക്ക് വേണമെങ്കിൽ അപ്പനും അമ്മയും ഇല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ കർണം പോയിച്ചുകളെ ആൾക്കാരടിച്ച്. അത്ര തുപ്പണത്. പിന്നെ വയലൻ്റാണ് ഇവൻ, വല്ലാത്ത വയലൻ്റാണ്. ആൾക്കാരെ കാണും പറിക്കും. സ്കൂളിലൊക്കെ പോയാൽ ബെഞ്ചൊക്കെ മറിച്ചിടും, പിള്ളേരെ ഉപദ്രവിക്കും. ഉച്ചവരെ പോലും ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം തന്നെ വീട്ടിലേക്ക് വിളി വരും, കൊണ്ടുപോകുമെന്ന് പറയും. അപ്പോൾ അത്